ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ബെസ്റ്റ് ഫ്രണ്ടിനോട് നമുക്ക് പ്രണയം തോന്നിയാൽ, അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തിനോട് നമുക്ക് പ്രണയം തോന്നിയാൽ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിനോട് നമുക്ക് പ്രണയം തോന്നുക എന്ന് പറയുന്ന ഒരു തെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ പല ആൾക്കാരും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നമുക്ക് ആത്മാർത്ഥ സുഹൃത്തിന് ഇഷ്ടമാണ്, നമ്മൾ പ്രപ്പോസ് ചെയ്യണോ, ആ ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും ഇത് ബുദ്ധിമുട്ടുണ്ടാവുമോ, വേറെ വല്ല പ്രശ്നങ്ങളിലോട്ട് പോവോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, നിങ്ങളെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, നിങ്ങൾ തൊട്ടും തലോടിയും എന്താ പറയുക, കൈയോട് കൈയൊക്കെ ചേർത്ത് നടക്കുന്ന അത്രയും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന് വിചാരിക്കുക, ആണും പെണ്ണും. ഓക്കെ, അപ്പം നിങ്ങളൊന്നിക്കിൽ പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ്, മറ്റെന്താ പറയുക, ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കെയറിങ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അവൾ എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള തോന്നലുകൾ നിങ്ങൾക്കുണ്ടാകും. കൂടുതലായിട്ട് അവിടെ പ്രണയങ്ങൾ പൊട്ടിമുളക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ രണ്ടാളും, അതായത് പ്രണയം തോന്നിയവർ കൂടുതലും ചിന്തിക്കുക, ഞാനെങ്ങാനും പ്രപ്പോസ് ചെയ്താൽ അവൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഇല്ലാതെയാവുമോ, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അവിടെ വല്ല കോട്ടങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ആൾക്കാർക്ക്, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആരും അധികം പറയാറില്ല. പക്ഷേ ഏതെങ്കിലും ചാൻസിൽ അവളോട് പ്രണയം പറയാതിരിക്കുക, പറയണോ പറയണ്ടെന്നുള്ള ഒരു ഇത് കയറി വല്ലാതൊരു അവസ്ഥയിലൊക്കെ ആയിട്ട് ആൾക്കാർ പോകും. അപ്പം നിങ്ങൾക്കത് അങ്ങ് മറക്കാൻ പറ്റും. അതായത് ഒരു പ്രണയം വേണ്ട, നമുക്ക് ഫ്രണ്ട്സായിട്ട് നിന്നാൽ മതി എന്നുള്ളൊരു മനസ്സിൽ നിങ്ങൾക്ക് അത് ബോധവൽക്കരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെറുതെ കളയാൻ വേണ്ടി നിൽക്കണ്ട. പക്ഷേ ഇല്ല, എനിക്ക് അവളെ എൻ്റെ ലവറായിട്ട് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഭാവിയിൽ എനിക്കല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് അവളെൻ്റെ വൈഫായിട്ട് കിട്ടിയ, അല്ലെങ്കിൽ ഭർത്താവായിട്ട് കിട്ടിയേ പറ്റൂ എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് അവളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലവറായിട്ട് കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ അവന് നിങ്ങളോട് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടോ, അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പം അടുത്തടുത്തിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, എടാ നീ ആ പയ്യനെ കണ്ടോ, അവൻ നിന്നെ വല്ലാത്തൊരു നോട്ടോടാ, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കണ്ടോ, അവന് നിന്നെ വല്ലാത്തൊരു നോട്ടോടാ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയാം. അപ്പോൾ അവൻ അതിനൊന്നും വീഴുന്നില്ല, അവനൊരു പ്രണയത്തിൻ്റെ ഒരു രീതിയിലും അവൻ വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ ചോദിക്കുക, എടാ എന്താണ് നിങ്ങൾക്ക് പ്രണയത്തോട് ഇത്രയും വൈരാഗ്യം എന്തെങ്കിലുണ്ടോ, നീ എന്തുകൊണ്ടാണ് പ്രണയത്തെ എതിർക്കുന്നത്? അപ്പോൾ അവനായാലും അവളായാലും പറയും, ഞാൻ പ്രണയത്തെ എതിർക്കുന്നൊന്നുമില്ല, എനിക്ക് വേറൊരാൾ ഇഷ്ടമാണെന്ന് പറയും. ഒന്നിക്കില്ല കേട്ടോ, ബൈ ചാൻസ്. അപ്പം അത് ചിലപ്പം നിങ്ങളെ തന്നെ ആവാം. അപ്പം കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ എളുപ്പമായി. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരാൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയണമെന്നില്ല, ചിലപ്പോൾ എനിക്ക് താല്പര്യമില്ല, പ്രണയത്തോട് താല്പര്യമില്ല എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യങ്ങളും പറയാൻ വേണ്ടി നിൽക്കണ്ട. നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെ പോകുക. കാരണം അവർക്ക് താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് അതൊന്നും അറിയുക, താല്പര്യമുണ്ടോ, വേറെ ലവർ ഉണ്ടെന്ന് അതാരാണെന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞേ പറ്റൂ. കാരണം ബെസ്റ്റ് ഫ്രണ്ട്സാണ്, പറഞ്ഞേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഓൾറെഡി അവർ തമ്മിലിങ്ങനെ സംസാരിച്ച്, ഞാൻ പറഞ്ഞാൽ നീ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ സംസാരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റിലേഷൻഷിപ്പിലങ്ങ് പൊക്കോളും, ഒരു ലവേഴ്സായിട്ട് പൊക്കോളും. പിന്നെ പ്രപ്പോസിൻ്റെ കാര്യമേ വരുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതല്ലാതെ വേറൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് അവരോടൊന്ന് ചോദിക്കുക, കല്യാണത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭാവി വരനെ കുറിച്ചിട്ട് ചോദിക്കാം. അതായത് നിൻ്റെ ഭാവിയിലെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാവിയിലെ വൈഫ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അവരെ കാര്യങ്ങളൊക്കെ അവരുടൻ തന്നെ നിന്നെപ്പോലെ ആയിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ സംഭവം വർക്കൗട്ടാണ്. ഏകദേശം ഒരു 50% സംഗതി വർക്കൗട്ടാണ്. കാരണം അവർ നിങ്ങളെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം എന്നെപ്പോലെ എന്ന് പറയുമ്പം എങ്ങനെയാണ് നീ ഉദ്ദേശിക്കുന്നത് പറയുമ്പം, നിൻ്റെ പോലെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ നിന്നെ പോലെ തന്നെ കൂടെ ഉണ്ടാവണം, അങ്ങനെ പറയുമ്പം നിങ്ങൾ വേറൊരു ചൂണ്ടിടുക. അതായത് എന്നെപ്പോലെ ഇപ്പം ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിനക്ക് വേറെ ആളെന്ന് പറയുമ്പോൾ, അപ്പോൾ ചിലപ്പോൾ അവൾ കയറി പറയും, എനിക്ക് നിന്നെ തന്നെ ഇഷ്ടം, അങ്ങനെ പിന്നെയും അതൊരു പ്രപ്പോസൽ സീനിലേക്ക് പോയേക്കാം. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, ജസ്റ്റ് എൻ്റെ സങ്കല്പമല്ല, നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. അതല്ലാതെ എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സായിട്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക. കാരണം റിലേഷൻഷിപ്പിനെക്കാട്ടി നല്ല ദൃഢമായിട്ടുള്ള വേറൊരു ബന്ധം തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പായാലും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായാലും നിങ്ങളത് മാക്സിമം പിരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്കത് മറക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ബൈ ചാൻസ് ഇപ്പോൾ നമ്മളങ്ങാനും പോയിട്ട് ഒരു ഒന്നും ചെയ്യാതെ പോയിട്ട് ആ ബെസ്റ്റ് ഫ്രണ്ടിനോട് പോയിട്ട് പ്രപ്പോസ് ചെയ്തതിന് ചിലപ്പം പിന്നെയുള്ള ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് കോട്ടം പറ്റിയതായിട്ട് കാണാൻ സാധിക്കും. അതായത് അവരൊന്നും അധികം സംസാരിക്കുന്നില്ല, അവർ ഫുൾ ബിസി ആയിരിക്കുകയാണ്, അവർ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നും അവോയ്ഡ് ചെയ്തിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീടുള്ള ദിവസത്തിൽ മനസ്സിലാവും. പിന്നെ പ്രപ്പോസും ഇല്ല, അവളും ഇല്ല, ഫ്രണ്ടും ഇല്ലാത്ത ഒരു ഡിപ്രഷൻ, മാനസിക രീതിയിലൊക്കെ നിങ്ങൾ തളർന്നു പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഫ്രണ്ട്സായിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും അഥവാ നിങ്ങൾക്ക് അവളെ ഇഷ്ടം തോന്നുന്ന സമയത്തൊക്കെ ഇല്ല അവളെന്നെ എപ്പോഴും എൻ്റെ ഫ്രണ്ടാണ്, എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ തലക്ക് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുക. ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊന്നല്ല തോന്നും. പ്രണയം എന്ന് പറയുന്ന ഒരു തെറ്റല്ല, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. എല്ലാം നിങ്ങൾക്കത് വിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ 2 ഐഡിയ നിങ്ങൾക്കൊന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതിപ്പം ജസ്റ്റ് ഒരു സങ്കല്പമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ അവൾ ചിന്തിക്കും പെട്ടെന്ന് അയ്യോ അവൻ എന്താ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, അപ്പോൾ അതിന് ശേഷമാണ് ആ ഫ്രണ്ട്ഷിപ്പിന് കോട്ടം പറ്റുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ പറ്റുന്നവർ ട്രൈ ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ 2 ഐഡിയ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ദയവ് നിങ്ങൾ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിലിട്ട് നമുക്ക് വീണ്ടും കാണാം.